ഇപ്പൊ ചർച്ചകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഹോർമൂസ് തുറക്കുക, അതിനേക്കാൾ ഉപരി ഇറാന്റെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം അത് അമേരിക്കക്ക് കൈമാറുക എന്നുള്ള ഒരു സാധനം കൂടിയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്കറിയാലോ, ഫെബ്രുവരി 17 തോന്നുന്നു ഈ അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒമാനിൽ വെച്ചിട്ട് ഇവരെ ഈ രണ്ട് ടീമുകളും തമ്മിൽ ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ലോകത്ത് ഒരു രാജ്യങ്ങളും അംഗീകരിക്കാത്ത കാര്യങ്ങൾ വരെ ആ ചർച്ചയിൽ ഇറാൻ അംഗീകരിക്കുന്ന നിലയുണ്ടായിരുന്നു. അന്ന് ഒമാൻ പറഞ്ഞത് ചർച്ച വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, ഇതിനൊരു ഒരു നല്ല സൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അന്ന് ഒമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര കാര്യങ്ങൾ വരെ അംഗീകരിച്ച ഇറാനെയാണ് വീണ്ടും ഏകപക്ഷീയമായിട്ട് ആ ചർച്ചയിൽ നിന്ന് പിന്മാറുകയും അമേരിക്ക പോയി ഇറാനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തത്. ഇപ്പോഴാണ് നമുക്ക് ഈ അടുത്താണ് നമുക്ക് അതിന്റെ റീസൺ അല്ല നമുക്ക് പുറത്തു വന്നത്. അതായത് ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഐഡിയ ഈ ട്രംപിന് പറഞ്ഞു കൊടുത്തത് നെതന്യാഹു ആണ് എന്നുള്ളതും, ഈ ഈ ഒരു അറ്റാക്ക് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറാനിൽ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാനും അതേപോലെ തന്നെ അതുവഴി ഇറാന്റെ ന്യൂക്ലിയർ പവറിനെയും അതേപോലെ തന്നെ ഇറാന്റെ മിസൈൽ സ്റ്റേഷനെയൊക്കെ ഇല്ലാണ്ടാക്കാനും അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മിലീഷ്യ ഗ്രൂപ്പുകളെ ഈ ടെഹ്റാനിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ കുറച്ചും കൂടെ കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക, അങ്ങനെ അവിടെ ഒരു ഭരണ അട്ടിമറി കൊണ്ടുവരാ, ഇവരുടെ ഒരു പാവ സർക്കാരിനെ അവിടെ വെക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അന്ന് ഈ ഇസ്രായേൽ മുന്നോട്ട് വെച്ച കാര്യം. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഐഡിയയിൽ ട്രംപ് കൺവിൻസ്ഡ് ആയി അതിനുശേഷം ചർച്ച എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ചർച്ച ഒരു നിലക്കും ചർച്ച അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി ഇറാനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്തത്.